ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തേങ്ങാപ്പാലും മാങ്ങയൊക്കെ ഇട്ട് വെച്ച് ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ആ മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കാനുള്ള പൊടികൾ ആദ്യം തന്നെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. 2 സ്പൂൺ എരിയ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു 4 കൊച്ചുള്ളി നെടുകെ കീറിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം, കരിഞ്ഞു പോകരുത്. നമ്മുടെ ഈ ചാനൽ തന്നെ ഏതാണ്ട് 3.5 ലക്ഷം പേര് കണ്ടതാണ് ചൂര മീൻകറിയുടെ റെസിപ്പി. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതേ കണക്ക് കാളാഞ്ചി മീൻകറി, വാള മീൻകറി ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോഴും ഒരുപാട് പേര് കണ്ട് കമൻസ് അറിയിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളും ഒന്ന് കണ്ട് പരീക്ഷിച്ചിട്ട് അഭിപ്രായം അറിയിപ്പിക്കുക. അപ്പോൾ എന്താ ഉള്ളി വയന്ന് ഈ ഒരു പരുവം മതി. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ച പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ ലോയിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏതാണ്ട് ഒരു 3-4 സെക്കൻഡ് ഇളക്കിയാലും മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പൊടികൾ തണുക്കാൻ വേണ്ടി ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്, നമ്മളൊരു കുഞ്ഞു പാത്രത്തിലോട്ട് മാറ്റണം. ഇല്ലെങ്കിൽ പൊടികൾ വീണ്ടും കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മീൻകറിക്ക് വേറൊരു ടേസ്റ്റ്, അതിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ പൊടികൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം എന്താ പൊടി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 സ്പൂൺ തേങ്ങ ചിരിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം എന്താ നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വേണ്ട സാധനങ്ങളെല്ലാം അടുത്തെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ വങ്കട എന്ന് പറയുന്ന മീനിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചെറിയ 2 വങ്കടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മാങ്ങ വേണം. നല്ല പുളിയുള്ള മാങ്ങയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. 1/2 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീനല്ലേ ഉള്ളൂ, അപ്പോൾ ഈ തേങ്ങാപ്പാൽ മതിയാവും. ഇനി കഴുകി വെച്ച മീനിലേക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാറിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടാം കേട്ടോ. ഞാനൊരു കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെയാണ്, അതെല്ലാം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അല്പം തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി. ആ മാങ്ങയും കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിക്കനുസരിച്ചുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് കീറിയിട്ടിരിക്കുന്നത്. അതേപോലെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി സ്റ്റൗ കത്തിച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പറ്റി വരണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കാം. കുറച്ച് ഉപ്പ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് കുറുകിതാ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് ഒന്നാം പാൽ തേങ്ങാപ്പാൽ കേട്ടോ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല സൂപ്പർ മണം, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം നല്ല കുറുകി നല്ല പരുവത്തിലിരിക്കുകയാണ് കേട്ടോ. പുളിയും എരിയും ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റായിട്ട് നല്ലൊരു സൂപ്പർ മീൻ കറിയാണ്. ചോറ്, അപ്പം, പുട്ട്, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തൂക്കി കൊടുക്കാം. വളരെ കുറച്ച് മതി. 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. തീ ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയാണ് നമ്മുടെ മീൻകറി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ളൊരു നല്ല റെസിപ്പിയായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.